ഒരു പ്രത്യേകതരം പുല്ലിൽ നിന്നും അതുപോലെ തന്നെ വാഴനാര് കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ടേബിൾ മാറ്റാണ്. ഖരാട്ടി എന്ന് പറയുന്ന മരത്തിൽ കൊത്തിയെടുത്തുണ്ടാക്കിയ കലാ ഉൽപ്പന്നമാണ്. വാഴനാര് കൊണ്ട് ഉണ്ടാക്കിയെടുത്ത മാലാഖയുടെ രൂപമാണ്. കൈതോല കൊണ്ട് നെയ്തുണ്ടാക്കിയ ഒരു പഴക്കൂടയാണ്. ഗ്രാനൈറ്റ് എന്നൊക്കെ പോലെ വിളിക്കാവുന്ന ഒരിനം കല്ലാണ്. മേജറായിട്ടുള്ള കളറ് അവിടെ നിന്ന് കിട്ടിയ കല്ലിനെ അവർ ഉപയോഗിച്ചിരിക്കുന്ന കല്ലാണ്. ഈ മരത്തിന് ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 50 വർഷത്തിലധികം പഴക്കമുണ്ടാവും ഈ ഒരു ഉൽപ്പന്നത്തിന്. ഇതും നമ്മുടെ ക്ഷേത്ര കലാവാദ്യങ്ങളോട് വളരെ സാമ്യമുള്ള ഒരു വാദ്യ ഉപകരണമാണ്. ഇത് കണ്ടോ, ഇത് നിങ്ങളെ തീർച്ചയായിട്ടും അത്ഭുതപ്പെടുത്തും. ഇതിനെ പുറത്ത് വളരെ മനോഹരമായിട്ട് കർവ് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് ചെറിയ ഉളികൾ വെച്ച് അതുമ്മേ ആനയും അതുപോലെ മറ്റ് ചിത്രപ്പണികളും അതുപോലെ തന്നെ അതിൻ്റെ മെറ്റലൊക്കെയായിട്ടുള്ള സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ മനോഹരമായിട്ട് രൂപകൽപ്പന ചെയ്ത അല്ലെങ്കിൽ കരകൗശലം നടത്തിയിട്ടുള്ള ഒരു പാത്രമാണിത്. പെട്ടെന്ന് കാണുമ്പോൾ അത്യാവശ്യം നല്ല എന്താ പറയുക, ഒരു കൂജ പോലെയോ കുംഭം പോലെയോ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാം. പക്ഷേ നിങ്ങളിത് കയ്യിലെടുക്കുമ്പോഴാണ് ഇതിൻ്റെ അത്ഭുതം. തീരെ കനമില്ല, ഉണ്ടോ? ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കനം. ഇനി എന്താണ് സാധനം എന്നല്ലേ, നമ്മുടെ നാട്ടിലെ ചുരക്ക എല്ലാവർക്കും അറിയാമല്ലോ. ആ ചുരക്കയെ പോലെയുള്ള ഒരു പച്ചക്കറിയുടെ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ടിൻ്റെ തൊണ്ടാണിത്. അതിൻ്റെ അകം തുറന്ന് കളഞ്ഞ് അതിൻ്റെ പുറംതോടിൽ ആണ് ഇത്രയ്ക്കധികം പണികൾ അവർ ചെയ്തിട്ടുള്ളത്. വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നു. അതിനുശേഷം അതിന് 2 കാലുകൾ ഫിറ്റ് ചെയ്തു വയ്ക്കാവുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ശില്പം കാണുമ്പോൾ അല്പം കൗതുകവും കുസൃതിയൊക്കെ ഉള്ള ശില്പമാണ്. പക്ഷേ ഈ ശില്പം പറയുന്ന ഉഗാണ്ടയുടെ ഒരു ജീവിതമുണ്ട്. എല്ലാ ഗ്രാമങ്ങളിലെയും അവരുടെ ഏറ്റവും വലിയ ആശ്രയമായ വാഹനം സൈക്കിളാണ്. നമ്മുടെ നാട്ടിലെ സൈക്കിളിൽ ഒരാൾക്ക് സീറ്റിലിരുന്ന് വണ്ടി ചവിട്ടി കൊണ്ടുപോകാൻ പിറകിൽ ഒരാൾക്കിരിക്കാം. അതാണല്ലോ അതിൻ്റെ ഒരു കണക്ക്. എന്നാൽ ഇവിടെ ഒരു സൈക്കിൾ എന്നാൽ ഒരു കുടുംബത്തിന് മുഴുവൻ യാത്ര ചെയ്യാനുള്ള ഒരു വാഹനമാണ്. ഒരു കുടുംബത്തിനും വേണ്ടി വന്നാൽ കുടുംബത്തിലെ അത്യാവശ്യം കോഴിക്കും പട്ടിക്കും അത്യാവശ്യം ഒരു കായക്കൊലയോ ഒക്കെ തൂക്കിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം അത്രയ്ക്കും ഉപകാരപ്രദമായ ഒരു ഓട്ടോറിക്ഷയിൽ കൊള്ളുന്നതിനേക്കാൾ അധികം സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഒരു വലിയ വാഹനമാണ് അവർക്ക് സൈക്കിൾ. അതെല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല. ഗ്രാമങ്ങളിലെ വളരെ അത്യാവശ്യം ഒരു സാമ്പത്തിക നിലയുള്ള ആളുകൾക്ക് മാത്രമാണ് സൈക്കിൾ ഇപ്പോഴും പ്രാപ്യമായിട്ടുള്ളത്. നമുക്കറിയാം, ഇതിനകത്ത് അപ്പൻ വണ്ടി ഓടിക്കുന്നു, ഒരു കുഞ്ഞ് ഫ്രണ്ടിലുണ്ട്, 2 കുഞ്ഞുങ്ങൾ പിറകിലുണ്ട്. സാധാരണഗതിയിൽ ഇതിൻ്റെ ഇപ്പുറത്തുള്ള സ്ഥലത്തും കൂടി ആളുകളുണ്ടാവും. അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. അപ്പോൾ ഉഗാണ്ടയുടെ ഒരു ഗ്രാമജീവിതത്തിൻ്റെ നൈർമല്യത്തെ വളരെ മനോഹരമായിട്ട് ഈ ചെറിയ ശില്പത്തിൽ ഒളിപ്പിച്ചു വയ്ക്കാൻ, അത് മാത്രമല്ല ഇതിനകത്ത് ഈ ശില്പങ്ങളിൽ അവരണിഞ്ഞിരിക്കുന്ന വസ്ത്രങ്ങൾ, ഇതാണ് അവിടുത്തെ വസ്ത്രങ്ങളുടെ മിക്കവാറുമുള്ള പാറ്റേൺ. ഈ കളർ പാറ്റേണിൽ ഈ രീതിയിൽ ഒക്കെയാണ് അവർ വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഈ ശില്പത്തിലൂടെ ഒരു സംസ്കൃതിയുടെ വലിയ ഒരു ഭാഗത്തെ അവർക്ക് പ്രതിനിധീകരിക്കാൻ കഴിയുന്നു എന്നുള്ളത് വളരെയധികം രസകരം ആയിട്ടുള്ളൊരു കാര്യമാണ്. മറ്റൊന്നുകൂടി കാണിക്കാം ഞാൻ. ഇത് നോക്കൂ, ഇത് അവിടുത്തെ ഒരു കർഷകൻ തൻ്റെ പറമ്പിലുണ്ടായ അവിടെ പ്രധാനമായിട്ടും അവരുടെ ഭക്ഷണത്തിനായിട്ട് അവർ ഉപയോഗിക്കുന്ന മട്ടോക്കി എന്ന് പറയുന്ന ഒരുതരം വാഴപ്പഴമാണ് അല്ലെങ്കിൽ വാഴ കായാണ്. നമ്മുടെ നാട്ടിലെ ഏകദേശം നമ്മുടെ റോബസ്റ്റ, പച്ച നിറത്തിലുള്ള റോബസ്റ്റ കായയോട് സാമ്യമുള്ള ഒരു കായാണത്. അത് പുഴുങ്ങി അതിനകത്ത് ബീൻസോ അല്ലെങ്കിൽ ഇറച്ചിയോ അങ്ങനെ എന്തെങ്കിലും ചേർത്താണ് നമ്മൾ നാട്ടിൽ കഞ്ഞി ചോറൊക്കെ കഴിക്കുന്നത് പോലെ അവരുടെ സ്റ്റേപ്പിൾ ഫുഡായിട്ട് അവർ കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള 2 മട്ടോക്കിയുടെ കുലകൾ, അതിനകത്തൊരു 10-200-ലധികം കായ ഒരു കുലയിലുണ്ടാകും. അത്രയ്ക്ക് വലിയ കായാണ്. അതൊരു മട്ടോക്കി ഉണ്ടെങ്കിൽ ഒരു കുടുംബത്തിൽ 2, 3, 4, 5 ദിവസം ഇത്രയും വലിയ 5, 6 അല്ലെങ്കിൽ 10 പേരൊക്കെ അടങ്ങുന്ന കുടുംബത്തിന് ജീവിക്കാനും ഭക്ഷണം കഴിക്കാനായിട്ടുള്ള വലിയ മാർഗ്ഗമാണ്. അപ്പോൾ അങ്ങനെയുള്ള കായും 2 കുല വലിയ കായും കുറച്ച് പഴങ്ങളും ഒക്കെയായിട്ട് ഒരാൾ ചന്തയിലേക്ക് പോകുന്നു. ഇങ്ങനെയുള്ള ഗ്രാമീണ ജീവിതങ്ങളെ വളരെ മനോഹരമായിട്ട് ചെറിയ രീതിയിലുള്ള ഇത്തരം വളരെ ചെറിയ ശില്പങ്ങളിൽ ഒളിച്ചു വയ്ക്കാൻ മാത്രം പ്രാപ്തതയുള്ള വളരെ നല്ല കലാകാരന്മാരുടെ ഒരു ഇടമാണ് ആഫ്രിക്ക. പ്രത്യേകിച്ച് ഞാൻ കണ്ട ഉഗാണ്ട എന്ന് പറയുന്നതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. അഗ്നിപർവ്വതങ്ങൾ എന്നുള്ളത് നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. നമ്മൾ പഠിക്കുന്ന ക്ലാസ്സുകളിലും പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്.
ഈ വോൾക്കാനോസ് അഥവാ അഗ്നിപർവ്വതങ്ങൾ. ഇന്നും വളരെ സജീവമായിട്ടുള്ള അഗ്നിപർവ്വതങ്ങളുള്ള രാജ്യങ്ങളാണ് നമ്മുടെ ടാൻസാനിയ ആകട്ടെ, കെനിയ ആകട്ടെ, കോങ്കോ ആകട്ടെ, അല്ലെങ്കിൽ റുവാണ്ട ആകട്ടെ. പലയിടത്തും ഇന്നും പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതങ്ങളെ നമുക്ക് കാണാൻ പറ്റും. അത്തരമൊരു അഗ്നിപർവ്വതത്തിന് അടുത്ത് വരെ പോകാനായിട്ട് റുവാണ്ടയിൽ മൊഹാബുറ എന്ന് പറയുന്ന സ്ഥലത്ത് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതത്തിൻ്റെ ഏകദേശം ഒരു 2 കിലോമീറ്റർ അടുത്ത് വരെ പോകാനായിട്ട് എനിക്ക് സാധിച്ചു. അപ്പോൾ അവിടെ പോയപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ ചെല്ലുന്നതിനും ഒരു 15ഓളം വർഷങ്ങൾക്ക് മുമ്പ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചുണ്ടായ വന്ന ലാവ അവിടെ കിടന്ന് കട്ടയായി. അവിടുത്തെ മണ്ണൊക്കെ ഇപ്പോഴും ഈ പ്രായത്തിലാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ കൊയ്ത്ത് കഴിഞ്ഞ നമ്മുടെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ പാടത്ത് ഈ നെൽച്ചെടികളുടെ അടിവശത്ത് മണ്ണിങ്ങനെ പൊന്തി വന്ന് ഇങ്ങനെ കൂനയായിട്ട് നിൽക്കും. അത് വളരെ റഫായിരിക്കും. അതുമ്പോൾ കാലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വേദനിക്കും. അതുപോലെ തന്നെ അതിലുമൊക്കെ ഒരുപാട് നമ്മുടെ റോട്ടിലെ ടാർ എങ്ങനെ കട്ടയായി കിടക്കുന്നു അതുപോലെ കട്ടയായി കിടക്കുകയാണ് അവിടുത്തെ മണ്ണെല്ലാം. 15 വർഷം മുമ്പ് തെറിച്ച് വന്ന ലാവ ഇന്നും അവിടെയുണ്ട്. പലതും കൃഷിയൊക്കെ ആയിട്ട് രൂപാന്തരപ്പെട്ടു. ആ അഗ്നിപർവ്വതത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഇപ്പോഴും അതിൻ്റെ ഉള്ളിൽ നിന്ന് പുക വരുന്നത് കാണാം. അതുപോലെ തന്നെ അത് ടാൻസാനിയയിലേക്ക് പോകുമ്പോൾ കിളിമഞ്ചാരോ പർവ്വതനിരകളുടെ ആ ഭാഗത്ത് ഇപ്പോഴും സജീവമായിട്ടുള്ള അഗ്നിപർവ്വതങ്ങളുണ്ട്. ഫ്ലൈറ്റിൽ നമ്മളിരിക്കുമ്പോൾ പണ്ട് പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതങ്ങളുടെ ഉൾവശങ്ങളിലേക്ക് വരെ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് അടുത്തല്ല എങ്കിൽ പോലും നമുക്ക് വലിയ കുളം പോലെ ഉള്ളിലോട്ട് കുന്നിൻ്റെ നെറുകയിൽ ഉള്ളിലോട്ട് ഇറങ്ങിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിന്നും വന്നിട്ടുള്ള ലാവ എന്താ പറയുക, കുറേ കാലങ്ങൾ കഴിഞ്ഞ് തണുത്തുറഞ്ഞതാണ് ഈ ഫോം. അതേസമയം തന്നെ ഈ കാണുന്നത് അതേ ലാവ കടൽ വെള്ളത്തിലോ അല്ലെങ്കിൽ പുഴയിലോ പോയി വീണ് ഗ്ലാസ് പോലെ ഫോം ചെയ്യപ്പെട്ടതാണ്. ഇത് കാണുമ്പോൾ ഒരു ടാറോ അല്ലെങ്കിൽ മണ്ണിൻ്റെ വലിയൊരു ഇതുപോലെ പുറ്റുപോലെയോ കാണുമ്പോൾ വെള്ളത്തിൽ വീണ് കഴിയുമ്പോൾ അതിന് ഗ്ലാസിൻ്റെ പോലത്തെ രൂപമാറ്റം സംഭവിക്കുന്നു. ഇതും ഒരു അമൂല്യ വസ്തുവായിട്ട് ഞാൻ എൻ്റെ ശേഖരത്തിൽ സൂക്ഷിക്കുന്നു. ഈ ശില്പത്തെ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നുക ഇത് ഒരു ഗ്രാനൈറ്റിലോ അല്ലെങ്കിൽ മാർബിളിലോ കൊത്തിയെടുത്ത ശില്പമാണെന്ന് തോന്നുകയാണ് സ്വാഭാവികം. പക്ഷേ സത്യത്തിൽ ഇത് അത്തരമൊരു ശില്പമല്ല. ഇത് കൊമ്പിൽ കൊത്തിയെടുത്ത ശില്പമാണ്. എന്ത് കൊമ്പിലാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് ഏതോ ഒരു മൃഗത്തിൻ്റെ കൊമ്പിലാണ് ഇത് കൊത്തിയെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ചെറിയ ഫോമുകളും എൻ്റെ അടുത്തുണ്ട്. നമ്മുടെ ചെസ് ബോർഡിലെ കരുക്കളായിട്ട് ഉപയോഗിച്ചിരുന്നതാകാം ഇത്തരം ശില്പങ്ങൾ. കാരണം ആ ഷേപ്പിൽ ഒരേ ഷേപ്പിൽ തന്നെ ആയിട്ടൊക്കെയാണ് കാണുന്നത്. ഒരു പക്ഷേ ആ ചെസ് ബോർഡിലെ ക്യൂനോ കിങ്ങോ ആവാം ഇതൊക്കെ നമ്മുടെ പടയാളികളാകാം. പക്ഷേ വളരെ മനോഹരമായിട്ട് എത്രയ്ക്കും സമഗ്രതയിലാണ് അവരുടെ തലയിൽ, ആഫ്രിക്കക്കാരുടെ തലമുടി കെട്ട് വരെ കൃത്യമായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിലാണ് ഈ ശില്പങ്ങൾ ചെയ്തു വച്ചിരിക്കുന്നത്. അതും എല്ലിൻ്റെ കഷ്ണങ്ങളിൽ അഥവാ കൊമ്പിൻ്റെ കഷ്ണങ്ങളിലാണ് ഇത് ചെയ്തു വച്ചിരിക്കുന്നത്. ആർട്ടിസ്റ്റിൻ്റെ ക്രാഫ്റ്റ്മാൻഷിപ്പിനെ നമിക്കാതെ വയ്യ. നമ്മുടെ പരിചയപ്പെടുത്തൽ അല്പം നീണ്ടുപോയി അല്ലേ? ഇനിയിപ്പോൾ ഒരു എൻ്റർടൈൻമെൻ്റ് ആയാലോ? അതിന് പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത്. ഇത് അമറുള എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ നിർമ്മിത മദ്യത്തിൻ്റെ മിനിയേച്ചർ രൂപമാണ്. ഇത് ഏകദേശം 100 ml ആയിരിക്കാം ഇതിൻ്റെ ക്വാണ്ടിറ്റി. ഇതിൻ്റെ തന്നെ 1/2 ലിറ്റർ 1 ലിറ്ററൊക്കെയാണ് സാധാരണഗതിയിൽ വിൽപ്പനയ്ക്കുള്ളത്. ഇത് ആഫ്രിക്കൻ എയർലൈനുകളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ആഫ്രിക്കയെക്കുറിച്ച് അറിയുന്ന ആളുകൾ ചോദിച്ചു വാങ്ങുന്ന ഒരു ബ്രാൻഡാണ്. ഇതിൻ്റെ പേര് അമറുള എന്നാണ്. ഇത് ഒരു ക്രീമി ആൽക്കഹോൾ ടൈപ്പാണ് ഇതിൻ്റെ കണ്ടൻറ്റ്. ഇതിൻ്റെ പിന്നിലുള്ള കഥ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഫ്രിക്കയുടെ വനാന്തരങ്ങളിലുള്ള അമറുള എന്ന് പറയുന്ന ഒരു മരത്തിലെ ഫ്രൂട്ട്, ഒരു പഴം. ആ പഴം നമ്മുടെ ജിറാഫ്, അതുപോലെ ആന തുടങ്ങിയ ഉയരമുള്ള ജീവികൾ പറിച്ചു തിന്നുകയും അവർ കുറേ നേരത്തേക്ക് നമ്മുടെ നാട്ടിൽ മദ്യപിച്ച് 4 കാലിൽ നടക്കുന്ന ആളുകളെ പോലെ വളരെ മതോന്മത്തരായി തീരുകയും ചെയ്യുന്ന ഒരു പഴമുണ്ട്, വളരെ വീര്യമുള്ള ഒരു പഴം. അതിൻ്റെ പേര് അമറുള എന്നാണ്. ഈ അമറുളയുടെ കണ്ടൻറ്റ് എടുത്ത്, അതിൻ്റെ പൾപ്പ് എടുത്ത് ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മദ്യമാണ്, ഒരു സ്പെഷ്യൽ മദ്യമാണ് ഈ അമറുള എന്ന പേരിൽ ഇറങ്ങുന്നത്. ആഫ്രിക്കയിൽ മിക്കവാറും എല്ലാ കാടുകളിൽ തന്നെ അവൈലബിൾ ആണെങ്കിലും ഈ മദ്യമുണ്ടാക്കുന്നത് സൗത്ത് ആഫ്രിക്കയിലാണ്.
പക്ഷേ എങ്കിൽ പോലും ആഫ്രിക്കയിലേക്ക് വരുന്ന ഓരോരുത്തരും കൂടുതൽ ഇതിനെക്കുറിച്ച് ആഫ്രിക്കയെക്കുറിച്ച് അറിയുന്ന ടൂറിസ്റ്റുകളെല്ലാം ഒരു പ്രാവശ്യമെങ്കിലും സിപ്പ് ചെയ്യാതെ ഈ മദ്യം സിപ്പ് ചെയ്യാതെ പോകാറില്ല. അപ്പോൾ അതിൻ്റെ ഒരു മിനിയേച്ചർ ഫോമാണ്, അതിനകത്തൊരു മിനിയേച്ചർ കുപ്പിയാണ് അതിൻ്റെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതും ഒരു പക്ഷേ നിങ്ങളെ രസിപ്പിച്ചേക്കാം. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് കരയിലുള്ള വസ്തുക്കളെക്കുറിച്ചാണ്. ഇനി കടലിലുള്ള വസ്തുക്കളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിലും രസകരമാണ്. ഉഗാണ്ടയെ സംബന്ധിച്ചിടത്തോളം ഉഗാണ്ടയ്ക്ക് കടലില്ല, അതൊരു ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള കൺട്രിയാണ്. എന്നാൽ ടാൻസാനിയ ആകട്ടെ നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ മറ്റൊരു കരയിലാണ് ടാൻസാനിയ ഉള്ളത്. ടാൻസാനിയ അറിയാം, വളരെ ചരിത്രപ്രസിദ്ധമായ ഒരു ഇടമാണ്. വളരെ പുരാതന കാലം തൊട്ട് തന്നെ ഇന്ത്യയുമായി വാണിജ്യ വ്യാപാര ബന്ധങ്ങളുള്ള ഒരു വലിയ രാജ്യം, ഒരു ആഫ്രിക്കൻ രാജ്യം. അതോടൊപ്പം തന്നെ ചരിത്രത്തിലെങ്ങും സ്മരിക്കപ്പെടുന്ന അടിമ കച്ചവടത്തിൻ്റെ ഒരു ഹബ്ബായി പ്രവർത്തിച്ചിരുന്ന സാൻസിബാർ എന്ന് പറയുന്ന ദ്വീപ് ഈ ടാൻസാനിയയിലാണ്. ടാൻസാനിയയുടെ അതിമനോഹരമായ നീല നിറമുള്ള നീലക്കടലെന്ന് വിളിക്കാവുന്ന താൻസാനിയൻ കടലിൽ നിന്നും കിട്ടുന്ന കക്ക അല്ലെങ്കിൽ ഷെല്ലുകളുടെ ഒരു വലിയ ശേഖരം എൻ്റെ കയ്യിലുണ്ട്. അതെല്ലാം വിശദീകരിക്കുക ഈ ഒരു എപ്പിസോഡിൽ സാധ്യമല്ല. ഒരുപക്ഷെ പിന്നീട് എപ്പോഴെങ്കിലും നമുക്കതിന് കഴിഞ്ഞേക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ശംഖുകളൊക്കെ തന്നെ വളരെ നമ്മുടെ നാട്ടിലധികം കാണാത്ത ശംഖുകളാണ്. വാലൊക്കെയുള്ള, അതുപോലെ തന്നെ മുള്ളുകളുള്ള, ഇതിനൊക്കെ വ്യത്യസ്തമായ പേരുകളുണ്ട് കേട്ടോ. അതേക്കുറിച്ച് ഇപ്പോൾ പറയുക അത്ര എളുപ്പമാവില്ല, നിങ്ങൾക്കൊരു പക്ഷേ ബോറടിച്ചേക്കാം. പിന്നീട് എപ്പോഴെങ്കിലും നമുക്കതേക്കുറിച്ച് പറയാം. നമ്മൾ നല്ല കനമുണ്ട്. ഈ ഒരു ചെറിയ ശംഖിന് ഏകദേശം ഒരു 3 കിലോയുടെ അടുത്ത് കനമുണ്ട്. അത്രയ്ക്കും കനമുള്ള വളരെ കട്ടിയുള്ള തോടുകളുള്ള ഒരു ശംഖ്. അതുപോലത്തെ കുറച്ചധികം ശംഖുകൾ എൻ്റെ കയ്യിലുണ്ട്. ഇത് ഒരു അടിപൊളി കല്ലാണ്. ഭാരദ്വഹനത്തിനൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. അത്രയ്ക്കും കനമുള്ള, ഏകദേശം ഇത് തന്നെ ഇത്രയും ഭാഗം ഒരു 3-4 കിലോയുടെ ഭാരമുണ്ട് ഈ കല്ലിന്. ഈ കല്ലിൻ്റെ ചരിത്രം എന്താ വെച്ച് കഴിഞ്ഞാൽ, കുറേ നാളുകൾക്ക് മുമ്പ് വിശുദ്ധ നാടുകൾ സന്ദർശനത്തിന് വേണ്ടി പോകുമ്പോൾ സീനായ് മലയിൽ നിന്നും കിട്ടിയ, ബൈബിളിൽ വളരെ പ്രശസ്തമായ സീനായ് മലയിൽ നിന്നും കിട്ടിയ കല്ലാണ്. എന്താണല്ലേ ഈ കല്ലിനുള്ള പ്രത്യേകത? ഈ കല്ലിൻ്റെ പകുതി മാത്രമേ ഇപ്പോൾ ഉള്ളൂ. പകുതി ഞാൻ മറ്റൊരു കൂട്ടുകാരന് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് നോക്കി, അതിമനോഹരമായ കുറേ രത്നങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കുന്ന പോലെയുണ്ട്. ഇതിനെ വിളിക്കുന്ന പേര് ക്വാർട്സ് കല്ലുകൾ എന്നാണ്. സീനായ് മലയിൽ, മോശയുടെ സീനായ് മലയിൽ അവിടുത്തെ കല്ലുകൾ, അവിടുത്തെ ഉരുളൻ കല്ലുകൾ, നമുക്ക് മല കയറുമ്പോൾ അവിടെ കാണുന്ന ഉരുളൻ കല്ലുകൾ നമ്മൾ പറക്കി എടുത്തു കഴിഞ്ഞ് ചില കല്ലുകൾ പൊട്ടിച്ചു നോക്കുമ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഇങ്ങനെയുള്ള ക്വാർട്സുകൾ, അത് പല നിറങ്ങളിലുണ്ട്. ഇതുപോലെ ഗ്ലാസിൻ്റെ പോലെയുള്ളതുണ്ട്, ബ്ലൂ കളറിലുണ്ട്, അങ്ങനെ കുറേയധികം നിറങ്ങളിലുള്ള അത് അവിടെ ലഭ്യമാണ് ക്വാർട്സ്. അത് കുറേ കാലങ്ങൾ, ഏകദേശം ഒരു 14-15 വർഷത്തോളമായിട്ട് ഇത് എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് ഇത് കാണുമ്പോഴൊക്കെ വലിയ സന്തോഷം നൽകുന്ന ഒരു 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 പീസാണിത്. ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള സെമി പ്രഷ്യസും പ്രഷ്യസും അതുപോലെ അത്ര പ്രഷ്യസ് അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കല്ലുകളുടെ ശേഖരമുണ്ട്. അതിൽ കുറച്ചൊക്കെ ഞാനിവിടെ ശേഖരിച്ച് വെക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് നോക്കിയാൽ നിങ്ങൾക്കറിയാം, പല നിറങ്ങളിലും പല വർണ്ണങ്ങളിലും ഉള്ള കല്ലുകൾ. ഇതിൽ കുറേയൊക്കെ വില പിടിച്ച കല്ലുകളാണ്, കുറേയൊക്കെ അത്ര വിലയില്ലാത്ത കല്ലുകളൊക്കെയാണ്. പക്ഷേ എങ്കിലും ഇത്തരം കുറേയധികം കല്ലുകളുടെ വർണ്ണശബളമായ ഒരു ലോകമാണ് ആഫ്രിക്ക. മിക്കവാറും എല്ലാ പ്രഭാതങ്ങളിലും പൂമുഖത്തിരുന്ന് ചായയും കുടിച്ച് പത്രം നിവർത്തി പിടിച്ചിരിക്കാൻ ഇവിടെയുള്ളവർക്ക് ഏറ്റവും ഇഷ്ടം ഈ കസേര, ഈ ചാരു കസേരയിന്മേലാണ്. ഈ കസേരയും ഉണ്ടാക്കിയിരിക്കുന്നത് ഉഗാണ്ടക്കാർ തന്നെയാണ്. ഇത് മരത്തിൻ്റെ ഈ കസേരയിൽ സിംഹമുണ്ട്, പുലിയുണ്ട്, കാടുണ്ട്. അങ്ങനെ വളരെ മനോഹരമായി ശില്പഭംഗിയിലാണ് ഈ കസേര ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ടെക്നോളജി ആകട്ടെ വളരെ സിമ്പിളാണ്. നോക്കൂ, ഇതിങ്ങനെ 2 കഷ്ണമായി നമുക്ക് വേർതിരിച്ചെടുക്കാം. തിരിച്ചു വെച്ചാൽ വീണ്ടും കസേരയായി. എത്ര സിമ്പിളല്ലേ, പക്ഷെ പവർഫുള്ളാണ്. ഇനി പറയാനുള്ളത് ലോകമെങ്ങും അറിയപ്പെടുന്ന ആഫ്രിക്കൻ ചിത്രകലയെക്കുറിച്ചാണ്. ഈ ആഫ്രിക്കൻ ചിത്രകലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ ഉപയോഗിക്കുന്ന നിറങ്ങളാണ്. കടുത്ത നിറങ്ങളാണ് എപ്പോഴും ആഫ്രിക്കൻ
ഫ്രെയിമുകളിൽ നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് ഈ കാണുന്ന ചിത്രങ്ങളെല്ലാം ഉഗാണ്ടയിലെ ആർട്ടിസ്റ്റുകളിൽ നിന്നും നേരിട്ട് അവർ വരച്ച ചിത്രങ്ങൾ, അവരിൽ നിന്ന് നേരിട്ട് ഞാൻ വാങ്ങിയതാണ്. ഒരുപാട് എണ്ണമുണ്ട് എൻ്റെ അടുത്ത്. കുറച്ചൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിലതൊക്കെ ആളുകൾ ചോദിക്കുമ്പോൾ അവർക്ക് നല്ല എന്താ പറയുക, നമുക്ക് കലയെ വളർത്തണം അല്ലെങ്കിൽ ആഫ്രിക്കൻ നന്മകളെ ആളുകളിലേക്ക് എത്തിക്കണമെന്ന ആഗ്രഹം ഉള്ളതുകൊണ്ട് വളരെ ചെറിയ തുകയ്ക്ക് ഞാൻ കൊടുക്കാറുണ്ട്. അങ്ങനെ കുറേ പേര് മേടിച്ച് പോയിട്ടുമുണ്ട്. ഇനിയും കുറച്ചെൻ്റെ അടുത്തുണ്ട്. താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ എന്നെ സമീപിക്കാം. വളരെ നല്ല എന്താ പറയുക, നല്ല രീതിയിൽ നല്ല കളർഫുള്ളായിട്ട് വളരെ ഷാർപ്പായിട്ടുള്ള ചിത്രങ്ങളാണ് എല്ലാം തന്നെ ഒറിജിനൽ ഓതേഴ്സിൻ്റെ ഒറിജിനൽ ആർട്ടിസ്റ്റുകളാണ്, അവരുടെ കയ്യിൽ നിന്ന് നേരിട്ട് വാങ്ങിയതുമാണ്. ആഫ്രിക്കൻ ചിത്രകലയിൽ എങ്ങും തന്നെ എല്ലായിടങ്ങളിലും, ഇപ്പോൾ ഉഗാണ്ടയിലാകാം അല്ലെങ്കിൽ ടാൻസാനിയയിലോ അല്ലെങ്കിൽ റുവാണ്ടയിലോ എല്ലാ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ചിത്രകാരന്മാരിലും പൊതുവായിട്ട് അവരുടെ രചനകളിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അവരുടെ ചിത്രങ്ങളുടെ സന്നിവേശം തന്നെയാണ്. വളരെ ഷാർപ്പായ, വളരെ ബ്രൈറ്റായ കളേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അനുവാചകരിലേക്ക് കടന്നു കയറുന്ന അവരുടെ ചിത്രശീലങ്ങൾ, അവരുടെ നാട്ടിലെ ഫിഗറുകളെ അവരുടെ ചെറിയ വരകളിലൂടെ പോലും അതിനെ പ്രതിഫലിപ്പിക്കാനായിട്ട് അവർക്കാകുന്നുണ്ട്. അത് ഈ ചിത്രങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.